ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു അഞ്ജലാസ് ന്യൂസ് ചാനൽ. അപ്പം നമ്മളൊരു നോമ്പ് തുറ ബ്ലോഗാണ്. അപ്പം നമുക്ക് എന്തൊക്കെ ഉണ്ടാക്കാൻ നോക്കാം. ഞാൻ ആക്ച്വലി ഇവിടെ ടൈം ഇപ്പോൾ ഒരു 4 o'clock ആ ഒരു ടൈം ആയിട്ടുണ്ട്. നമുക്ക് നോക്കാം. ശരിക്കും പറഞ്ഞാൽ ടൈം ഒരു 4 മണി ആ ഒരു ടൈമൊക്കെ ആയിക്കോട്ടെ. ഞാൻ നീക്കാൻ ലേറ്റായി. അപ്പോൾ നമുക്ക് ഇന്ന് വേണ്ട സാധനങ്ങളൊക്കെ ആദ്യം ഉണ്ടാക്കിയിട്ട് വേണം ഗൈസ്. ഇവിടെ ഒരു 6:30 ആ ഒരു ടൈമിലാണ് ബാങ്കും. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഒരു 4 മണി ആ ഒരു ടൈം ആയിട്ടുണ്ട്. നമുക്ക് ഫാസ്റ്റായിട്ട് ഉണ്ടാക്കാൻ ടൈമില്ല. അപ്പോൾ ഇതിന് വേണ്ട സാധനങ്ങളൊക്കെ നമ്മൾ ഫ്രിഡ്ജിൽ നിന്ന് പിക്ക് ചെയ്തിട്ട് കൊണ്ടു വെച്ചിട്ട് നമുക്ക് സെറ്റാക്കാം. അപ്പോൾ നമ്മൾ ഇപ്പോൾ വേണ്ട സാധനങ്ങളൊക്കെ എടുത്തേക്കാണ്. ഉണ്ടാക്കാൻ പോകുന്നത് ചിക്കൻ കറിയും അപ്പോൾ പിന്നെ സ്നാക്സ് ആയിട്ട് നമ്മൾ ഉള്ളിവടയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. ഡെയിലി കട്ട്ലേറ്റും സമൂസയും ഒക്കെയാണ്. അപ്പം നമുക്ക് കറിയിലേക്ക് ഉള്ളിവട ട്രൈ ചെയ്യാം. ടൈമില്ലാത്തതുകൊണ്ടാണ് കേട്ടോ. നമ്മൾ സമൂസയും കട്ട്ലേറ്റ് അങ്ങനത്തെയൊക്കെ ഉണ്ടാക്കലുള്ളൂ. ഇവിടെ ആക്ച്വലി മക്കത്തായതുകൊണ്ട് ഇവിടെ ടൈം നമുക്ക് നാട്ടിലെ പോലെ നമ്മൾ രാവിലെ 40 മിനിറ്റ് അങ്ങനെ കാര്യമൊന്നുമില്ല. അപ്പോൾ അതിനനുസരിച്ചിട്ട് നമ്മൾ നീക്കുക. 4 മണിക്ക് കടന്നു കഴിഞ്ഞാൽ എന്താ ഒരു ഈവനിങ് 4 മണി ആകുമ്പോഴേക്കാണ് നീക്കുക. കിച്ചണിൽ ഈ ഒരു ജനൽ ഓപ്പൺ ചെയ്താൽ പുറത്തേക്ക് അത്യാവശ്യം നല്ല വ്യൂ ഉണ്ട്. ഞാൻ അടുക്കളയിൽ നിൽക്കുന്ന ടൈമിൽ ഇപ്പോൾ നമ്മൾ എനിക്കൊരു സാധനങ്ങളൊക്കെ കട്ട് ചെയ്യാൻ പോവാണ്. കട്ട് ചെയ്തിട്ട് കാണാം. അപ്പോൾ ഫസ്റ്റ് നമുക്ക് സവാളയിൽ നിന്ന് തുടങ്ങാം. ഈ ഒരു നോമ്പായിട്ട് നമുക്ക് എപ്പോഴും നമ്മൾ സാധനം തുണി സിമ്പിളായിട്ടൊരു ചിക്കൻ കറി ഉണ്ടാക്കാൻ പോകുന്നത്. ഇഷ്ടമില്ലാത്തൊരു പണിയാണ് ഈ ഉള്ളിയുടെ തുള്ളി. ഉള്ളി കളിക്കുന്നു. ഇവിടെ ഉള്ളി ചേർത്ത് ചില സമയത്ത് പൊളിച്ചാൽ ഐസ് കണ്ടെങ്കിൽ തുടങ്ങി. അടുത്തത് വേണ്ട തക്കാളി. വേണ്ട തക്കാളി ഇട്ടിട്ടുണ്ട്. പിന്നെ പച്ചമുളക് 2 എടുത്തിട്ടുണ്ട്. നമുക്ക് വേണ്ട ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ആക്കാം. പച്ചമുളകും കൂടെ നമുക്ക് വേണ്ടത് മല്ലിച്ചപ്പാണ്. അപ്പോൾ അത് സെറ്റായ അടുത്തത് നമ്മൾ വെളുത്തുള്ളിയാണ്. വെളുത്തുള്ളി ഒഴിക്കാൻ എളുപ്പമാണ് കേട്ടോ. നമ്മുടെ നാട്ടിലെ പോലത്തെ പണിയില്ല. വെളുത്തുള്ളി ഒഴിക്കാൻ വേഗം ഇങ്ങനെ പൊളിഞ്ഞ് കിട്ടും. അതേപോലെ ഇഞ്ചി ഇങ്ങനെ നമ്മുടെ നാട്ടിൽ നല്ല ചെറിയ ടൈപ്പല്ല. ഇവിടെ വലിയ ഇഞ്ചി നല്ല നീറ്റായിട്ട് നമുക്ക് തോലൊക്കെ കളയാൻ നല്ല എളുപ്പമാണ് ഈ ഒരു ഇഞ്ചി ആകുമ്പോൾ. ഇതിൻ്റെ വേസ്റ്റ് ഇത് കൊണ്ട് കളയാൻ പോവുകയാണ്. ഇവിടെ ഇങ്ങനെ സെപ്പറേറ്റ് ആയിട്ട് സ്പേസ് ഒന്നുമില്ല. അപ്പോൾ അങ്ങനെ നമ്മളിങ്ങനെ കവറിലാക്കി കാണ്ട് പുറത്ത് റോട്ടിലിങ്ങനെ കൊണ്ടുപോയി ഇടലാണ് വേസ്റ്റ്. ഇങ്ങനെ വേസ്റ്റിൻ്റെ ഇതുണ്ടാവും.
അതിൽ കൊണ്ട് നമുക്ക് ചിക്കൻ കറിക്ക് വേണ്ട ഇൻഗ്രീഡിയൻസ് ഇത്ര ഇൻഗ്രീഡിയൻസ് ഉള്ളൂ. ഇതൊക്കെ ഒന്ന് കട്ട് ചെയ്തെടുക്കണം. ഇഞ്ചി വെളുത്തുള്ളി ഇത് പേസ്റ്റ് ആക്കി എടുക്കണം. ഇതൊക്കെ ഒന്ന് കട്ട് ചെയ്തെടുക്കണം. പിന്നെ നമ്മളെ ചിക്കൻ ഇവിടെ നമ്മൾ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്. നമ്മൾ കഴുകി സെറ്റാക്കിയിട്ട് നമ്മൾ കുക്കറിലിട്ട് മസാലപ്പൊടികളും കാര്യങ്ങളൊക്കെ ഇട്ട് നമ്മൾ ചിക്കൻ കറി റെഡിയായി നോക്കാം. നമ്മളിപ്പോൾ കഴിക്കിട്ടുണ്ട്. കട്ട് ചെയ്യാൻ പോകണം. അപ്പോൾ നമ്മൾ കട്ട് ചെയ്യാൻ പോകണം. ചെയ്യാൻ പോകണം. നല്ല ചെറുതല്ല ഇതിൽ അങ്ങനെ പിന്നെ അടിച്ചാൽ എക്സ്പെക്ട് നല്ല എത്ര പിന്നെ പറ്റത്തിൽ നിൽക്കണം. ഇവിടെ കഴിച്ചിട്ടുണ്ട്. ഇവിടെ മാറ്റിട്ടോ. നമ്മളിപ്പോൾ കഴിക്കിട്ടുണ്ട്. കട്ട് ചെയ്യാൻ പോകണം. അപ്പോൾ നമ്മൾ കട്ട് ചെയ്യാൻ പോകണം. ചെയ്യാൻ പോകണം. ഇങ്ങനെ കഴിക്കട്ടോ. നല്ല ചെറുതല്ല ഇതിൽ അങ്ങനെ കഴിക്കുന്നത്. പിന്നെ അടിച്ചാൽ എക്സ്പെക്ട് ചെയ്യാം. നമുക്ക് എങ്കിലും ഉണ്ടാക്കണം. കിടക്കുന്ന തിന്നായിട്ട് വെച്ചിട്ട് നല്ല എത്ര തിന്നാൻ പറ്റും. ചെത്തൽ നിൽക്കുകയാണ്. ഉള്ളിൽ ആഗ്രഹിക്കുന്നത്. അപ്പോൾ അടുത്ത് നമ്മൾ തക്കാളിയാണ് മുറിക്കാൻ പോണത്. തക്കാളി ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി കേട്ടോ. കറി ഉണ്ടാക്കാനല്ലേ കുക്കറോട് വെച്ചിട്ടുണ്ട്. അപ്പത്തിന് ഞാൻ വെജിറ്റബിൾസും കാര്യങ്ങളൊക്കെ കട്ട് ചെയ്തിട്ടുണ്ട്. നമുക്ക് ഉള്ളി വടക്കില്ല സാധനങ്ങളൊക്കെ ഉള്ളി, ഇഞ്ചി വെളുത്തുള്ളി ചെറുതാക്കി അരിഞ്ഞത്, പച്ചമുളക്, കറിവേപ്പില, മല്ലിച്ചപ്പ്. കറിവേപ്പിലൊക്കെ നാട്ടിൽ നിന്ന് കൊടുക്കുന്നതാണ് കേട്ടോ. ഫ്രീസ് ചെയ്ത് വെച്ചതായിരുന്നു. പിന്നെ ചിക്കൻ കറിക്കില്ലേ തക്കാളി, പച്ചമുളക്, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, മല്ലിച്ചപ്പ്, സവാള, തക്കാളി, കറിവേപ്പില, ചിക്കൻ റെഡി ആയിട്ടുണ്ട്. നമുക്കിതൊക്കെ ഇതിലൊന്ന് വഴറ്റിയെടുത്തിട്ട് ചിക്കനൊക്കെ ഇട്ടിട്ട് മസാലപ്പൊടികളൊക്കെ ഇട്ട് കഴിഞ്ഞാൽ നമ്മൾ ചിക്കൻ കറി റെഡിയാണ്. നമുക്കിതൊക്കെ കൂടെ ഒന്ന് വഴറ്റിയെടുക്കണം കേട്ടോ. ഈ കുറച്ചൊന്ന് കുറച്ച് വെച്ചിട്ട് നമുക്ക് വഴറ്റിയെടുക്കാൻ. ഇതിക്ക് നമുക്ക് ഉപ്പിടണം. ഉപ്പിട്ട് നമുക്ക് ഉള്ളി വേഗം വഴഞ്ഞു വിട്ടിട്ടോ. കുറച്ച് ഉപ്പിട്ട് കൊടുക്കും. നമ്മളെ ഇന്നത്തെ സ്പെഷ്യല് ഉള്ളിവട ഉണ്ട്. പിന്നെ അപ്പം ലാസ്റ്റ് പോസ്റ്റ് കരിഞ്ഞു വയ്ക്കണു. എന്താ അപ്പോൾ പിന്നെ ചിക്കൻ കറി ഉണ്ട്, ജ്യൂസ് ഫ്രിഡ്ജിലുണ്ട്. അപ്പോൾ ഒക്കെ സെറ്റ് ആയിക്കണു. ഇനി നോമ്പ് തുറന്നാൽ മതി.